പ്രിയരെ, കഴിഞ്ഞ 12 വർഷത്തിലേറെ കാലമായി വൻകരയിൽ നിന്നെത്തുന്ന ഞങ്ങൾക്ക് ആളും അന്നവും അറിവും അഭയവും നൽകുന്ന ലക്ഷദ്വീപിന് നന്ദി. ദക്ഷിൺ ഫൗണ്ടേഷനും ലക്ഷദ്വീപിലെ പ്രിയ സുഹൃത്തുക്കളും ചേർന്ന് അവതരിപ്പിക്കുന്ന നാടകം ബിരിശ്യഞ്ഞാർ. പരിശം പോയി മതി മതി വിരിശം ഞാറടി പൊളി മൂസേബൽ പാമ്പുവന്നി ബാല മൂസേ ബാല ചെഞ്ചിരെ നഗരെ കോളല്ല മൂസേ ബാല ചെഞ്ചിരെ നഗരെ കോളല്ല പുള്ളി പുള്ളി ചമ്മം ആയി വെള്ളെ പുള്ളി ചമ്മം ചാമീന കടി ജോറല്ല കൊടും പരിശം പോയി മതി മതി വിരിശം ഞാറടി പൊളി മൂസേബൽ പാമ്പുവന്നി ബാല. ആശിയ വെള്ളൈ കീഴക്കോണിൽ ആശിയ വെള്ളൈ കീഴക്കോണിൽ പല്ലത്ത കടിജോറുണ്ട് കടിച്ചാൽ കിണ്ടൽ അല്ലെങ്കിൽ തണ്ടൽ കടിച്ചാൽ കിണ്ടൽ അല്ലെങ്കിൽ തണ്ടൽ നീറോ മാറി. പരിശം പോയി പടച്ചോനെ, എല്ലാവർക്കും നല്ല കാലം ആവണേ. പടച്ചോനെ, ഇനി അങ്ങോട്ട് കാറ്റും കൂളൊന്നുമില്ലാത്ത നല്ലൊരു ചൂര കിട്ടുന്ന കാലാവണേ. എന്താടാ ഇതരെ അനക്കൊരു ഉഷാറില്ലാത്ത? എന്തുഷാറ്! ഒരു കോലും വെച്ച് ഇങ്ങനെ ഓരോരോ ചൂരയും പിടിച്ചിരുന്നോ? എല്ലാം കൂടി ഒരുമിച്ച് പിടിക്കണം. ഇന്ന് അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. കള്ള ഹിമാറ നീന്റെ വാടകയ്ക്കോ പിന്നെ ഓരോന്ന് പിടിച്ചിട്ടാണെങ്കിൽ നമ്മൾ സമാധാനത്തിൽ ജീവിക്കാനുള്ളത് ഇവിടെ ഉണ്ടാക്കും. ഇതരെ നമുക്ക് ഇപ്പൊ കിട്ടുന്നതൊക്കെ മതിയടാ, ബാക്കിയുള്ളതൊക്കെ പടച്ചോന്റെ മുതലാ. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെങ്ങനെ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടാവണ്ടേ? ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് പുറത്തുനിന്നുള്ള ബോട്ട് വന്ന് ഇവിടെ നിന്ന് ഒരുപാട് മീൻ പിടിച്ചു പോകുന്നത്. ഇവിടെ ജീവിക്കണമെങ്കിൽ പൈസ തന്നെ വേണം. ആ മതി മതി മതി, നീ ബോട്ട് കരക്കെടുപ്പിക്ക്. ഈ ചൂര മാസാക്കി പൊട്ടിക്കരയുണ്ടോരോ മനപ്പൂവി എന്നും കരയുണ്ടോരോ മനപ്പൂവി തന്നാനേനാനേന പൂവോ തനനനാനനനാന. ആരാണ്? ആരാണേലും വന്നോളി, ഈ പാത്തൂനാരെയും പേടില്ലേട്ടാ. ആരാന്ന് മനസ്സിലായോ? പൊന്നാര ഹൈദരെ, ഞാൻ കൈ ഇങ്ങോട്ട് എടുക്ക്. നീ ഏത് ശബ്ദത്തിൽ വന്നാലും ഏത് രൂപത്തിൽ വന്നാലേ എനിക്ക് എന്നെ മനസ്സിലാവൂട്ടാ. ഓ സ്മാർട്ട് ഗേൾ, കണ്ടുപിടിച്ചല്ലോ. ഞാൻ നിനക്ക് എന്താ കൊണ്ടുവന്നേന്ന് നോക്ക്. ഹായ്, ചിരട്ട മോതിരം.
സുന്ദരമായ കടലും നോക്കി ദേ ഇവിടെ ഈ വെളുത്ത മണ്ണിൽ ഇങ്ങനെ ഇരിക്കാന് എന്തൊരു ശാന്തി, എന്തൊരു സമാധാനം. ഇവിടെ ഇങ്ങനെ ഒരു 100 അല്ല 1000 വർഷം ജീവിക്കാൻ പറ്റിയിരുന്നു വെച്ചാലേ. പാത്തു, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. 100 1000 എത്ര വർഷം വേണമെങ്കിലും ഇരിക്കാം. പക്ഷേ ഇങ്ങനെ ജീവിച്ചാ മതിയോ? പൈസ വേണ്ടേ? പൈസ ഉണ്ടാക്കിയിട്ട് വേണോ എൻ്റെ ദുനിയാവിലെ രാജകുമാരിയായിട്ട് നിന്നെ വായിക്കാൻ? അതിന് ഇപ്പൊ കിട്ടുന്ന പൈസക്ക് എന്താ കുഴപ്പം? എന്റെ പൈസ ഒന്നും വേണ്ട. എന്റെ പൈസ ദുനിയാവിലെ രാജകുമാരി ആവണ്ട. അങ്ങനെയല്ല പാത്തു, പൈസയാണല്ല. പൈസ ഉണ്ടെങ്കിലേ പവറുള്ളൂ. അതിന് ഇവിടെ ഒരുപാട് പദ്ധതികൾ വേണം. ഹൈദരെ, എന്റെ ഉപ്പയമ്മയും എന്റെ ഉപ്പയമ്മയും ഇവിടുന്ന് കിട്ടണ ഈ കാശ് കൊണ്ടല്ലേ നല്ല സന്തോഷത്തിലും സുഖത്തിലും ജീവിക്കണേ. പിന്നെ അനക്ക് മാത്രം അങ്ങനെ ഒരു പൈസ പൂതി. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പൈസ ഉണ്ടാക്കാൻ ഒരുപാട് വഴികളാണ് ഇവിടെ തെളിഞ്ഞു കിടക്കുന്നത്. ഞാൻ അതൊക്കെ നടപ്പാക്കുക തന്നെ ചെയ്യും. ഞാൻ പൈസ ഉണ്ടാക്കാനുള്ള വഴി തേടി പോവുകയാണ്. ഹൈദരെ, വേണ്ട, നീ പോവരുത്. നീ പോവല്ലേ, ഈ നാട് വിട്ടു പോവരുത്. വിടുപാത്തു, ഞാൻ പൈസ ഉണ്ടാക്കാനുള്ള വഴി തേടി പോവുകയാണ്. എന്നെ ആർക്കും തടയാൻ പറ്റില്ല. ഹൈദരെ, പോവല്ലേ, പറയണ കേക്ക്. ഹൈദരെ, പോവല്ലേ. ഹൈദരെ, തിരിച്ചു വാ. ഹൈദരെ, നമ്മൾ ഈ അധ്വാനിക്കുന്നതെല്ലാം അവനും കൂടെ ഉള്ളതല്ലേ. ഇവിടെ നിന്ന് സമാധാനിക്കാൻ ഈ അധ്വാനിക്കുന്ന മുതൽ പോരെ. നമ്മൾ എന്ത് ചെയ്യും? ഓന്റെ തലവിധി അങ്ങനെ ആച്ചാ, അങ്ങനെ ആവട്ടെ. ഓൻ വരോടാ, നിങ്ങൾ വിഷമിക്കണ്ട. വാ അകത്ത്. ഹൈദരെ, വാ, തിരിച്ചു വാ. കണ്ടില്ലേ, ഞാനും നമ്മുടെ വീട്ടുകാരും ഈ നാടും എല്ലാം നിന്നെ കാത്തിരിക്കാണ്. ഹൈദരെ, തിരിച്ചു വാ. ഹൈദരെ, വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെ മറ്റൊരു പകൽ. Belly belly oh 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 hoy belly belly oh 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 hoy belly belly oh belamma mama ela bayo oh belamma mama ela bayo oh 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 hoy belly belly oh 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 hoy belly belly oh 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 hoy belly belly സ്മയും ഹംദോദി മെല്ലെ ബലിച്ചൂട് തണ്ട് തണ്ണിക്ക് മുക്കി നീണ്ട് ബലിച്ചൂട് നാളെ വെള്ളക്കും പിന്നെ നാട് പിടിക്കോണം അല്ലാ തുണച്ചെങ്കിൽ നാട്ടാരെ കാണണം സ്മയും ഹംദോദി മെല്ലെ ബലിച്ചൂട്
ഇത് നമ്മളെ ഹൈദറല്ലേ? എന്നെ മനസ്സിലായോ? ആ അഷറഫ് അല്ലേ? ആ ഓ നമ്മളറിയാം. എന്തപ്പന്റെ കോലം? എന്താ പറ്റിയേ? പീപ്പിൾ കുറച്ച് സ്പേസ് തരൂ. ഞാനൊന്ന് പൈസക്കാരനായിട്ട് വന്നതാണ്. പൈസക്കാരനോ? എങ്ങനെ? അപ്പം തിന്നാ പോരെ, ഉയ്യണ്ണണോ? നിങ്ങൾക്ക് എല്ലാവർക്കും പൈസക്കാരാവാനുള്ള വഴിയായിട്ടാണ് ഞാൻ വന്നത്. വഴിയോ? അതെന്ത് വഴിയാ? ആ ഞാൻ വിളിക്കുമ്പോ നിങ്ങളെല്ലാവരും വരണം. നിങ്ങൾ തയ്യാറാണോ? എന്തിനാ തയ്യാർ. ആ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴെല്ലാവരും പോയിക്കോ. ഗോ 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 ഗോ. എനിക്കറിയായിരുന്നു വരുന്ന്. അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നേ. എനിക്കങ്ങനെ എൻ്റെ പാത്തുവിനെ മറക്കാൻ പറ്റുമോ? ഇനി ഇനി എങ്ങോട്ടും പോണ്ട. ഇനി ഈ നാടിനെ വിട്ടിട്ട് എങ്ങോട്ടും പോണ്ട. പാത്തു പറയുന്നത് പോലെ ഇനി പാത്തുവും നാടും ഒന്നും വിട്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഇനി പാത്തുവിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. പാത്തു, ഞാൻ നിനക്കെന്താ കൊണ്ടുവന്നെന്ന് നോക്ക്. ഞാൻ പറഞ്ഞതുപോലെ പൈസക്കാരനായി വന്നിരിക്കുകയാണ്. ഇനി എൻ്റെ പാത്തു എന്ത് പറഞ്ഞാലും ഞാൻ പാത്തുവിൻ്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് വെക്കും. എനിക്ക് എന്റെ പൈസയൊന്നും വേണ്ട. എനിക്ക് എന്റെ പഴയ ഹൈദറിനെ മതി. എനിക്ക് ചിരട്ടുമോതിരായിട്ട് വന്നിട്ട് നമ്മുടെ കടപ്പുറത്തിരുന്ന് എന്റെ കൂടെ കിനാവ് കണ്ടിരുന്ന ആ പഴയ ഹൈദർ. എൻ്റെ പൊന്നാര പാത്തു, നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ. ഞാൻ ഈ നാട്ടുകാരെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള ഒരു വഴിയുമായിട്ടാണ് വന്നത്. ഇവിടെയുള്ള സാധനങ്ങൾ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചാൽ പൈസ കിട്ടും. പിന്നെ കടപ്പുറത്തെ ഉപ്പുകാറ്റ് കൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് AC റൂമിലെ പട്ടുമെത്തയിൽ ഇരിക്കുന്നതാണ്. ഇവിടെ ഈ കടപ്പുറത്തിരിക്കുന്ന സുഖേ ഏത് AC റൂമിൽ പട്ടുമെത്തയിൽ ഇരുന്നാലും കിട്ടില്ല ഹൈദറെ. ഈ ഒന്ന് മനസ്സിലാക്കു പാത്തു. നമുക്കൊരു ഉപകാരവും ഇല്ലാതെ കിടക്കുന്ന ഈ സീ കുക്കുംബർ. ഓ അറിയില്ലല്ലേ, നിന്നോടൊക്കെ പറഞ്ഞിട്ട്. നമുക്കൊരു ഉപകാരവുമില്ലാതെ കിടക്കുന്ന ഈ കോക്കയും മിന്നുന്ന മീനുകളും വിറ്റാൽ നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് പൈസ. ഞാൻ ഇതെല്ലാം വിറ്റ് പൈസ ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ നാട്ടുകാരെ മൊത്തം പൈസക്കാരാക്കാൻ പോവുകയാണ്. നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാം. ഇതാണ് എൻ്റെ പദ്ധതി. കൊള്ളാം ഹൈദരെ, ഇതാണോ നിന്റെ പദ്ധതി? നിനക്കെന്താ ഭ്രാന്തായോ? നീ ഈ പറഞ്ഞ കോക്കയും മിന്നുന്ന മീനുകളും ഒക്കെ ഉണ്ടായതുകൊണ്ടല്ലേ നമ്മുടെ ഈ നാടും നമ്മളും ഒക്കെ ഉണ്ടായത്. വേണ്ട ഹൈദരെ, ഇത് ശരിയല്ല. നീ ഇത് ചെയ്യരുത്. എനിക്കിപ്പോ പഴയ പോലെയല്ല. സ്നേഹമില്ല, ബന്ധങ്ങളില്ല, എല്ലാം വെറും പൈസ മാത്രാണ്. ഇത്രയും നേരം നിന്നോട് സംസാരിച്ച് എന്നെ പറഞ്ഞാൽ മതി. പൈസ ഉണ്ടാക്കാൻ ഇവിടെ ഒരുപാട് വഴികളുണ്ട്. ഞാൻ അതെല്ലാം ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഹൈദരെ, പക്ഷെ നീ തെരഞ്ഞെടുത്ത വഴി തെറ്റാണ്. ഈ പ്രകൃതി ഈ നാടും നശിപ്പിച്ചിട്ടല്ലല്ലോ പൈസ ഉണ്ടാക്കേണ്ടത്. പണത്തിന് മുകളിൽ എന്ത് പ്രകൃതി, എന്ത് പൈസ? നീ പോ പാത്തോ. വരൂ, എല്ലാവരും വരൂ. നമുക്കിതെല്ലാം വിറ്റ് പൈസ ഉണ്ടാക്കാം. ചെയ്യൂ, ചെയ്യൂ.
ഞാൻ പറഞ്ഞതാണുമ്മ, ഇതൊന്നും ശരിയല്ലെന്ന്. ഈ നാട് നശിപ്പിച്ചിട്ട് നമുക്കൊന്നും നേടണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷേ ഞാൻ എത്ര പറഞ്ഞിട്ടോ അതിന് മൂത്തോര് പറയണു, സ്നേഹിക്കുന്നവര് പറയണേനൊക്കെ ഓൻ എന്ത് വിലയാ തരുന്നത്? നമ്മുടെ ഈ നാടും നമ്മൾ നിക്കണ ഈ മണ്ണും ഒക്കെ ഈ പവിഴപ്പുറ്റുകളും മീനുകളും കാരണം ഉണ്ടായതെന്ന് എത്ര പറഞ്ഞിട്ടും ഓന് മനസ്സിലാവണില്ലല്ലോ ഉമ്മ. ഓനെന്ത് നാട്, ഓനെന്ത് ജീവികള്, ഓന് കാശ് മതിയല്ലോ. അല്ല, ഓന് കുറ്റം പറയാനും പറ്റില്ല. കൊറേ കാശ് ഉണ്ടാക്കിയാല് സുഖമായിട്ട് ജീവിക്കാന്നല്ലോ കരുതുന്നത്. പക്ഷേ ഓൻ തെരഞ്ഞെടുത്ത വഴി തെറ്റായിപ്പോയി. ഉമ്മ, നമ്മുടെ ഈ നാട് നശിക്കാൻ പോവാണ്. ഈ നാടിന്റെ ശാന്തി സമാധാനം എല്ലാം നശിക്കുകയാണ്. നല്ല കാറ്റും കോളും വരുന്നുണ്ടല്ലോ ഉമ്മ. വാ, നമുക്ക് പോവാം. എല്ലാവർക്കും സന്തോഷായില്ലേ? പൈസ ഒക്കെ കിട്ടിയില്ലേ? കിട്ടി. അല്ല ഹൈദറെ, നമ്മളിപ്പോ ഇവിടെ കാണുന്ന സകലമാന സാധനങ്ങളും കൊണ്ടുപോയി. ഇനിയിപ്പൊ നമ്മൾ എന്ത് കൊണ്ടുപോയി വിൽക്കും? ഇവിടെ ഇപ്പൊ വലയിട്ടാല് മണല് മാത്രമേ കിട്ടുന്നുള്ളൂ ഹൈദറെ. ഡോണ്ട് വെറി, നമുക്ക് നമ്മുടെ മണൽ ബിസിനസ് ഒന്ന് ശക്തമാക്കാം. ചാക്കെടുക്കുന്നു, മണല് വാരുന്നു, കെട്ടുന്നു, വിൽക്കുന്നു. ചെയ്യൂ ചെയ്യൂ. മണല് കെട്ടുന്നു, ചാക്കെടുക്കുന്നു, മണല് വാരുന്നു, കെട്ടുന്നു, വിൽക്കുന്നു. പറഞ്ഞതാ ഇതൊന്നും വേണ്ടെന്നുള്ളത്. നോക്ക്, നമ്മുടെ നാടിന്റെ അവസ്ഥ കണ്ടില്ലേ നീ? ഒരു ഹൈദരെ, നിന്നെ പോലെ തന്നെ എളുപ്പത്തിൽ പണം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്കും തോന്നിയിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾ അത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ കാണുന്ന പല കാര്യങ്ങളും ഈ നാട്ടിൽ ഉണ്ടാവില്ലായിരുന്നു. ഈ കാണുന്ന കടലും മണ്ണും ബില്ലവും ഇതെല്ലാമാടാ നമ്മുടെ ജീവനും ജീവിതവും. അതൊന്നും നശിപ്പിക്കാതെ ഉപയോഗപ്പെടുത്താനാടാ നമ്മുടെ മുതിർന്നവർ നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ തുടരുന്ന ജീവിത രീതിയും മീൻപിടുത്തവും എല്ലാം അങ്ങനെ ഉണ്ടായതാടാ. പടച്ചോൻ അനുഗ്രഹിച്ചു തന്ന നാടാടാ നമ്മുടെ. പക്ഷെ നമ്മുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി ഇതെല്ലാം ഇല്ലാതാക്കുമ്പോ ഇപ്പൊ കണ്ടില്ലേ, നശിച്ചു പോകൂടാ നമ്മുടെ നാട്. നമുക്കത് വേണ്ടടാ. എനിക്ക് തെറ്റുപറ്റി. ഈ നാട് നമ്മുടേത് മാത്രമല്ല, ഈ കാണുന്ന കൊക്കയും മിന്നുന്ന മീനുകളും എല്ലാം ഉള്ളത് കൊണ്ടാണ് ഈ നാടുണ്ടായത്. ഞാനിനി ഇത് ആവർത്തിക്കില്ല. നിങ്ങളാണ് ശരി, നിങ്ങളാണ് ശരി. വരൂ വരൂ, നമുക്ക് നാടിനായി ഒരുമിച്ച് കൈകോർക്കാം.
നമുക്ക് ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കാനുള്ള വഴിയോ അത് ഇങ്ങക്ക് തന്നെ അറിയാലോ. നമുക്കിവിടെ ആവോളം ചൂരയും തേങ്ങയും ഉണ്ടല്ലോ. ആവശ്യമുള്ളത് എടുത്തിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം. നമ്മുടെ നാട്ടിലെ മാസും മീനും കൊപ്രയും ഒക്കെ നല്ല പ്രോഡക്റ്റുകളാക്കിയിട്ട് എത്തേണ്ടിടത്ത് ന്യായമായ വിലയിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് മികച്ചൊരു വരുമാനമാണ്. ഇപ്പൊ സർക്കാരിന്റെ തന്നെ PMMSY പോലുള്ള പദ്ധതികളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയാ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നിന്ന് അതൊക്കെ നേടിയെടുക്കാം. എന്നിട്ട് നമ്മുടെ നാടിന്റെ വളർച്ചയിൽ പങ്കാളികളാകാം. നമുക്കും വളരാം. വരൂ സുഹൃത്തുക്കളെ. പരിശം പോയി മതി മതി വിരിശം ഞാരടി പൊളി മൂസേ ബൽപാമ്പുവനി ബാല മൂസേ ബാല ചെഞ്ചിരെ നഗരെ കോളല്ല മൂസേ ബാല ചെഞ്ചിരെ നഗരെ കോളല്ല പുള്ളി പുള്ളി ചമ്മം. Brilliant message and great humor. Thank you, team.